നമ്മൾ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഈ പയ്യൻ വന്നിട്ടായിട്ടുള്ള എറിഞ്ഞാട്ടോ. ഇപ്പോൾ സമയം രാവിലെ 6 മണിയാണ് കേട്ടോ. ഞാൻ തൊടി കൂടെ ഇങ്ങനെ നിലാവെളിച്ചത്ത് കോയിനോട്ട് പോലെ ഇങ്ങനെ നടക്കണം. എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ചെറുതായിട്ട് ഇടിയും വരണ്ടിരുന്നു. അപ്പോൾ ചിലപ്പോൾ കൂണ് മുളക്കാൻ സാധ്യത ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാമെന്ന് കരുതി അങ്ങനെ പോകുന്നതാണ്. എന്തായാലും തൊടിയിൽ നന്നായിട്ട് പുല്ല് കെട്ടിക്കണം. ഇവിടെ തല പോയി ഉണങ്ങി നിന്നിരുന്നൊരു തെങ്ങുണ്ടായിരുന്നു കേട്ടോ, അത് വീണിട്ടുണ്ട്. ഇതിൽ ചിന്നക്കുട്ടുറുവൻ്റെ കൂടൊക്കെ ഉണ്ടായിരുന്നു, എന്തായി എന്തോ. ഇതാ ഇവിടെ ഈ പൊത്തിലായിരുന്നു ചിന്നക്കുട്ടുറുവ ഉണ്ടായിരുന്നു കേട്ടോ. ഒന്നും അറിയില്ല എന്താ സംഭവം ഉണ്ടായിരുന്നു. ചെറുതായി മഴ തുടങ്ങി കേട്ടോ. നമ്മൾ അറ്റൻറ്റ് പാളി കൊണ്ടു. ഇവിടെ ആയിരുന്നു നമ്മുടെ താറാവിൻ്റെ കുളം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം വെള്ളം നിൽക്കണില്ല, എന്തോ സംഭവം ഉണ്ടായിരുന്നു. മഴ അത്യാവശ്യം സ്ട്രോങ് ആയിട്ടോ. ഇനി നേരെ വീട്ടിലേക്ക് പോവാണ്, കുറച്ച് കഴിഞ്ഞിട്ട് വരാം. ഈ ഓപ്പറേഷൻ എന്തായാലും പാളിയിട്ടുണ്ട്. അങ്ങനെ മഴ തുറന്നിട്ടുണ്ട്. നമ്മൾ വീണ്ടും കൂണ് തപ്പാൻ ഇറങ്ങിയിട്ടുണ്ട്. വല്ലതും കിട്ടുമോ നോക്കാം. നമുക്ക് സ്ഥിരമായിട്ട് ഈ ഭാഗത്തു നിന്ന് തന്നെയാണ് കേട്ടോ കൂണ് കിട്ടിയിരുന്നു എല്ലാ വർഷവും. പക്ഷേ ഈ വർഷം എന്തായാലും സമയമായിട്ടുണ്ടാവില്ല, അതാണ്. ഈ മതിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവാറുണ്ട് കൂണ്, ഒന്നിച്ചൊരു കൂട്ടായിട്ടുണ്ടാവില്ല. എന്തായാലും നമ്മൾ പരാജയപ്പെടില്ല. വൈകാതെ തന്നെ നമുക്കൊരു കൂണിൻ്റെ വീഡിയോ പ്രതീക്ഷിക്കാം. വന്ന സ്ഥിതിക്ക് കുറച്ച് വിറക് മുതലാക്കാം. മഞ്ചാടിയുടെ കൊമ്പാണ്. ഈ ഭാഗത്ത് സ്ഥിരമായിട്ട് കാട്ടുപൂച്ചയും കീരിയൊക്കെ ഉണ്ടാകാറുണ്ട്. ഇവിടെ എന്തോ ഒരു അനക്കം കേട്ടോ, അതാണ് നോക്കണത്. നമ്മൾ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു തേക്ക് മരത്തിലായിട്ട് 2 പൂച്ചകൾ കടികൂടുണ്ട്. ഒന്ന് നമ്മുടെ കറുപ്പായിയാണ് തോന്നുന്നുണ്ട്. പൊരിഞ്ഞ പോരാട്ടമാണ്, മരത്തിൽ കയറിയിട്ടാണ് ഫൈറ്റിങ്. എന്താകുക നോക്കട്ടെ. നമ്മൾ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു പയ്യൻ വന്നിട്ടായിട്ടുള്ള എറിഞ്ഞാട്ടോ. അവൻ നല്ല ഏറാണ്. ഒന്നെ കണ്ടിട്ടില്ല. നമ്മൾ കുറേ ദൂരം നിന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ഇത്രയും ദൂരം നിന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്. പോയിട്ടോ, പൂച്ച പോയി. ഇവിടെ കൊതു ഭയങ്കരമാണ് കേട്ടോ, ഒരു രക്ഷയില്ല. ഇത് എൻ്റെ പിറകിൽ പാറിന് മൊത്തം കൊതു കേട്ടോ. കൊതുവിൻ്റെ കന്നിമാസം. ഇന്നെന്തായാലും കഴിക്കാൻ പറ്റുന്ന കൂണ് കിട്ടുമെന്ന് യാതൊരു പ്രതീക്ഷയില്ല. അവിടെയും ഇവിടെയൊക്കെ ഓരോ മരക്കൂണ് കാണാനുണ്ട്. മരത്തിൻ്റെ തൊലിയിൽ ഉണ്ടാകണം അങ്ങനത്തെ കൂണുകൾ കാണാനുണ്ട്. ഇതാ ഈ ഒരു ഭാഗത്ത് കാണുന്നത് കംപ്ലീറ്റ് കാട്ടത്തിയുടെ തൈകളാട്ടോ. ഈ പ്രദേശം മൊത്തം കീഴടക്കിക്കണു കാട്ടത്തി. ഇവിടെ എങ്ങനെയായിട്ട് കുറച്ച് വലുപ്പമുള്ളൊരു മരമുണ്ട്. ഈ കാണുന്നതാണ് അത്തിയുടെ കായകൾ, കാട്ടത്തിയുടെ. ഇത് കഴിക്കാനൊന്നും പറ്റില്ല കേട്ടോ. ഈ മരത്തിൻ്റെ മുകൾ ഭാഗത്തുണ്ട് കേട്ടോ കായകൾ. അത്യാവശ്യം കായകളുണ്ട്. ഈ കാട്ടത്തിയുടെ കായകൾ പഴുത്ത് കഴിഞ്ഞാൽ കടവാവലുകൾ കഴിക്കണതാണ്, വേറെ കിളികൾ കഴിക്കുമോ എന്നുള്ള അറിയില്ല. എന്തായാലും കൂണ് ഒരെണ്ണം കിട്ടിയില്ലെങ്കിലും നമ്മൾ വേറൊരു സാധനം കണ്ടിട്ടുണ്ട് കേട്ടോ. അത് ഇറക്കാനാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. കണ്ടോ, ഒരു പൈനാപ്പിൾ പഴുത്ത് നിൽക്കുകയാണ്. മയിലുകളൊന്നും കണ്ടിട്ടില്ല സംഭവം. കണ്ടു കഴിഞ്ഞാൽ പൊടി പോലും കിട്ടില്ല. അത് പൊട്ടിയിരിക്കും കേട്ടോ, ഒരു ചീളുമേ ഇരിക്കണം. എന്തായാലും കേടൊന്നുമില്ല, നല്ല ഫ്രഷ് സാധനമാണ്. ഫസ്റ്റ് ഇങ്ങനെ പഴുക്കണുള്ളൂ. സൂപ്പർ സാധനം കേട്ടോ, നല്ല സ്മെല്ലാണ്. നാടനാവുകൊണ്ട് നല്ല മധുരം ഉണ്ടാവും. അങ്ങനെ കിട്ടിയ പൈനാപ്പിളായിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ്.